Hello, good afternoon. This call is now being recorded. Good afternoon, Miss. Good afternoon. കഴിഞ്ഞാലോ? ശരിയാ, എല്ലാവരും സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ബാക്കി തന്നെയാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ ബാക്കിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് തന്നേക്കണ നോട്ടില് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോട്ടിൽ കുറച്ച് പുതിയ പുതിയ സംഭവങ്ങളും അതുപോലെ തന്നെ പഴയത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ നിങ്ങളുടെ തന്നിരിക്കുന്ന നോട്ടിലുള്ളതാണ്, ക്വസ്റ്റ്യൻസ് അല്ല, അത് നിങ്ങൾക്ക് കാണിച്ചേക്കുന്നതാണ്. അതിനകത്തുനിന്ന് ചോദിക്കാൻ അതുപോലെ ഈ ഒരു രീതിയിലുള്ളതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന രീതിയാണ് കേട്ടോ. -3^4. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതെങ്കിലും ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു സംഖ്യക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പവറിനെ അത്രയും പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, ഗുണിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മാത്രമല്ല, ഫ്രാക്ഷൻസ് വരുമ്പോ ഫ്രാക്ഷൻസിന്റെ പവർ അല്ലെങ്കിൽ എന്താ പറയാ ഭിന്നസംഖ്യയുടെ കൃത്യംഗ രൂപം, അപ്പൊ അംശത്തിനും ഛേദത്തിനും ആ കൃത്യംഗ രൂപം ബാധകമാണ് അത് പറഞ്ഞു. കൃത്യംഗം 0 അതായത് പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, നെഗറ്റീവ് എക്സ്പോണൻസ് വന്നു കഴിഞ്ഞാൽ എക്സ്പോണൻസിന്റെ നെഗറ്റീവ് ആണ് കേട്ടാ. സ്ക്രീൻ പോയത് വേറെ ആള് സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ സ്ക്രീൻ ഷെയർ ചെയ്യരുതെന്ന്. ഹലോ, കാതറിനോട് പോയി ഇന്ന് കാലത്ത് ട്യൂഷനൊന്നും ഇല്ലല്ലോ. എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഉഴപ്പ് തുടങ്ങിയേക്കണേ. ഈ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അങ്ങനെ മുടക്കിട്ടാ. അത് ശരി. ഇവിടെ നമ്മളൊരു സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഷെയർ ചെയ്യുന്ന സ്ക്രീന് അത് വേറൊരാളപ്പുറത്തെ സ്ക്രീൻ ഷെയർ ചെയ്താൽ അത് പോകും, കട്ടായി പോകും. പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കി കൂടി വീണ്ടും പോയി അതൊക്കെ ലിങ്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി
ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട. തൽക്കാലം നമ്മൾ ഇവിടെ കാണിക്കുന്ന സ്ക്രീൻ തന്നെ നിങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ആരെങ്കിലും പ്രോബ്ലം നമ്മളിവിടെ പറയുന്നതൊക്കെ ചെയ്ത് കാണിക്കുക. അപ്പൊ പിന്നെ എന്റെ സ്ക്രീൻ ഞാൻ ഓപ്പൺ ആക്കില്ല എന്ന് മാത്രം. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ ഈ സാധനം ചെയ്ത് തുടങ്ങി അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് വേറെ ഷെയർ ചെയ്യുമ്പോൾ ഇത് മൊത്തം പോവും. പിന്നെ ഞാൻ ഇത് വീണ്ടും ബാക്കിൽ നിന്ന് പോകണം. അപ്പൊ അത്രയും സമയം പോകാണ്. ശരി, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് എക്സ്പോണൻസ്, എക്സ്പോണന്റ് നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യണം? അതായത് കൃത്യംഗത്തിലെ നെഗറ്റീവ് വരുമ്പോൾ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് 7⁻2 കൃത്യംഗം കണ്ടല്ലോ. കൃത്യംഗം ഇതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് വിളിക്കുക. പവർ, ആ ഡിഗ്രി കിടക്കുന്ന സംഖ്യ, അത് നെഗറ്റീവ് വരുമ്പോൾ അതിന്റെ സംഖ്യയുടെ റെസിപ്രോക്കൽ ആണ് എഴുതേണ്ടത്. 1/7² ആണ് അല്ലെ. 1/7² എന്ന ആ രീതിയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും കുറെ ബേസിക് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫോമിന്റെ കുറെ ബേസിക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇനി അപ്പൊ ഇന്ന് തന്നേക്കണ നോട്ടാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണേ, പ്രോബ്ലംസ് അല്ല. പ്രോബ്ലംസ് അത് കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്നും ചെയ്യും. ഇത് നിങ്ങൾക്ക് അതിന്റെയൊക്കെ ഒരു ആകെ തുക അല്ലെങ്കിൽ ഈ കൃത്യംഗത്തിൽ നിന്ന് നമുക്ക് വേറെയും ചോദിക്കാൻ സാധ്യതകളുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവന്നേക്കണേ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയാൽ ഒന്നാമത്തേത് -3⁴ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം എന്താണെന്നാണ് നമ്മളിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്താ -3⁴ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 1/3⁴ എന്ന് എഴുതരുത്. കാരണം അവിടെ എക്സ്പോണന്റിനല്ല നെഗറ്റീവ് വന്നേക്കുന്നത്, പവറിനല്ല നെഗറ്റീവ് വന്നേക്കണേ, സംഖ്യക്കാണ് ഇപ്പൊ നെഗറ്റീവ് വന്നേക്കണേ അല്ലെ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം -3നെ നമ്മൾ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. -3നെ നമ്മൾ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ ആൻസർ കിട്ടുക? 3 × 3 9, 9 × 3 27, 27 × 3 81. ഇനി 81ന്റെ സൈൻ, ചിഹ്നമാണ് നമ്മൾ നോക്കേണ്ടത്. 2 നെഗറ്റീവ് ചേരുമ്പോൾ പോസിറ്റീവായി, വീണ്ടും ഒരു നെഗറ്റീവ് ചേർന്നാൽ നെഗറ്റീവായി, വീണ്ടും നെഗറ്റീവിനോട് ഒരു നെഗറ്റീവ് കൂടി ചേർന്നാൽ അത് പോസിറ്റീവായി. സോ നമ്മുടെ ആൻസർ +81. വെറും 81, നെഗറ്റീവ് ഇല്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എന്തെങ്കിലും സംശയമുണ്ടോ ഈ ഒരു പ്രോബ്ലം കാണിച്ചിരിക്കുന്ന പ്രോബ്ലത്തില്? അതായത് നെഗറ്റീവ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ 2 എണ്ണം, അത് ഈവൺ ആയിട്ട്, ഈവൺ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ, ഇരട്ടയായിട്ട് ഈവൺ എന്താ പറയാ നെഗറ്റീവ് വരികൾ വരാണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും ഗുണിക്കുമ്പോൾ. അതേസമയം ഒറ്റയായിട്ടാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക ഗുണിക്കുമ്പോൾ. ടീച്ചർ ഇത് ഏത് ഇക്വേഷൻ ആയിട്ട് വരും? ഇക്വേഷൻ ഇല്ല, -3 ഇത് ഇക്വേഷൻ ഒന്നുമല്ല. ഇത് നമ്മള് എന്താ പറയാ നെഗറ്റീവ് സംഖ്യകൾക്കും ഈ എക്സ്പോണന്റിന്റെ കാര്യം തന്നെയാണ്. നെഗറ്റീവ് എന്ന് പറയുന്ന സംഖ്യകൾക്ക് ഇതുപോലെ തന്നെ എന്ത് വരാ, എക്സ്പോണൻഷ്യൽ ഫോം വന്നു കഴിഞ്ഞാൽ, മനസ്സിലായോ? നെഗറ്റീവ് സംഖ്യകൾക്കും എക്സ്പോണൻഷ്യൽ ഫോം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവുകളുടെ എണ്ണം നോക്കണം. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവുകളുടെ എണ്ണം നോക്കുക. നെഗറ്റീവുകളുടെ എണ്ണം ഇഫ് ഇറ്റ് ഈസ് ഓഡ്, അതായത് ഒറ്റയായിട്ടാണ് വരുന്നത്, 1 എണ്ണം 3 എണ്ണം 5 എണ്ണം, 5 നെഗറ്റീവ് 7 നെഗറ്റീവ്, അങ്ങനെ ഒറ്റയായിട്ടാണ് നെഗറ്റീവ്സ് വരുന്നതെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നെഗറ്റീവ്സ് ഇരട്ടയായിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഈവൺ ആയിട്ടാണ് വരിക, 2 എണ്ണം 4 എണ്ണം 6 എണ്ണം 8 എണ്ണം അങ്ങനെ വരുമ്പോ ആൻസറിൽ പോസിറ്റീവ് ആയിരിക്കും ഉത്തരം വരിക. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്, അങ്ങനത്തെ ഒരു കണക്ക് ചെയ്തത് കേട്ടാ. ഓക്കെ, അടുത്തത് എന്താ നിങ്ങൾ പറഞ്ഞ -1/5. -1/5ന്റെ ആൻസർ എന്ത് വരും അങ്ങനെയാണെങ്കിൽ? ഇങ്ങനെ വെറുതെ കുളിച്ച് ഇങ്ങനെ ഇൻറ്റു ഇട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 ആയിരിക്കും. പക്ഷെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഉത്തരം ഒന്നിന്റെ ആൻസറിൽ ഇടേണ്ടത് എന്ന് നോക്കാനാണ് നമ്മൾ അവിടെ ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത്. ഏത് നെഗറ്റീവുകൾ ഒറ്റയാണോ ഇരട്ടയാണോ നോക്കുക. അപ്പൊ ഇവിടെ ഒറ്റയാണ്, കാരണം 5 എണ്ണമാണ്, 5 നെഗറ്റീവ്സാ വരിക. 5 നെഗറ്റീവ് ആയതുകൊണ്ട് -1 എന്നാണ് ആൻസർ വരിക. ആരോ അവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാത്തതുണ്ട്, എക്കോ വരണം എന്ന് പറയണോ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ആരത്? ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എന്താ പറയാ, സംഖ്യക്ക് നെഗറ്റീവ് വരുന്നതും പവറിന് നെഗറ്റീവ് വരുന്നതും രണ്ടും ഡിഫറെന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോട്ട് അവിടെ കൊടുത്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് രണ്ടും തമ്മിൽ ക്ലാഷ് ആകരുത്, അതാണ്. അടുത്തത് 100⁻². അപ്പൊ എന്ത് വരും?
രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 1 by 100 raised to 1 by 100 2 എന്ന് വരും അല്ലെ. 1 by 100 raised to 2 which is equal to അതെന്തിന് ഈക്വൽ ആണ് 1 by 10,000 10,000 ഈക്വൽ ആണ് അല്ലെ. 10,000 എന്ന് പറയുമ്പോൾ 2 പൂജ്യം ഉണ്ട്, അതുകൊണ്ട് 4 പൂജ്യം ആക്കണം. അപ്പൊ 100 സ്ക്വയർ എന്നുള്ളത് 10,000. 1 by 10,000. സംഖ്യയുടെ സ്ക്വയറും സംഖ്യയുടെ നെഗറ്റീവ് ചിഹ്നവും അതുപോലെ തന്നെ പവറിന്റെ ഡിഗ്രി അല്ലെങ്കിൽ എക്സ്പോണന്റിന്റെ നെഗറ്റീവ് ചിഹ്നവും തമ്മിൽ ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാനാണ് ആ ഒരു കണക്ക് തന്നേക്കണേ. ഓക്കെ, അടുത്തത് കണ്ടല്ലോ നിങ്ങൾ. -1 ഹോൾ ഘാതം 99 പ്ലസ് -1 ഹോൾ റേസ് ടു 100. വീണ്ടും പ്ലസ് -1 ഹോൾ ഘാതം 101 101. ഇതിന്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഇപ്പൊ ചെയ്ത രീതി തന്നെയാണ് നിങ്ങൾ നോക്കണം. അത് ഇതുപോലെയുള്ള വലിയ കുറെ 100 101 ഒക്കെ കാണുമ്പോൾ ഇരിക്കോ ഇതൊക്കെ എങ്ങനെ ചെയ്യും. 1ന് എത്ര പവർ കൊടുത്താലും ആൻസർ വിൽ ബി 1. പിന്നെ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ അല്ലെ. ആദ്യത്തേത് എന്തുവരും ആദ്യത്തേത് നെഗറ്റീവ്, അടുത്തതോ പോസിറ്റീവ് 1 ആണ് വരിക. കാരണം -1 raised to 100 ആണ്. 100 എന്ന് പറയുമ്പോൾ ഇരട്ടിയാണ്, അതുകൊണ്ട് പോസിറ്റീവ് അടുത്തത് -1 വരും. ഫൈനൽ റിസൾട്ട് -1 ആണ്. കാരണം എങ്ങനെ ഇതേ ഒരു -1ഉം ഒരു +1ഉം നമുക്കത് വെട്ടിക്കളയാം. ബാക്കി ഒരു -1 മാത്രമേ അവശേഷിക്കുന്നതുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ -1 എന്നാണ് ആൻസർ വരിക. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ? ഒന്നുകൂടി പറയണം. ഓക്കെ, -1 raised to 9 99 പ്ലസ് -1 raised to 100 പ്ലസ് -1 ഹോൾ റേസ് ടു 101 101. നോക്ക, ഇവിടെ നിങ്ങള് 1ന്റെ പവർ ആണ്. 1ന്റെ എത്ര പവർ കൊടുത്താലും 1 തന്നെ ആൻസർ വരുള്ളൂ. ഇതൊക്കെ 1 ആണ് ആൻസർ വരണ്ടേ. പക്ഷേ ഈ 1 ആൻസർ വരുമ്പോ നിങ്ങൾ ഓർക്കണം, ഇതിന്റെ ചിഹ്നം കൂടി നോക്കണം. ചിഹ്നം നോക്കിയിട്ട് അതിന്റെ പവറിനെ ശ്രദ്ധിക്കുക. -1 റേസ് ടു 99 ആണ്. 99 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ കുട്ടികളെ? ഒറ്റ സംഖ്യയാണ് അല്ലെ. അതെ, ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് എന്ന് പറയുന്ന എണ്ണമായിട്ടാണ് വരുന്നതെങ്കിൽ, ഓടാണ് എണ്ണമായിട്ട് വരുന്നതെങ്കിൽ, ഒറ്റ സംഖ്യ ആയിട്ടാണ് പവറിന്റെ എണ്ണം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസറിൽ കണ്ണടച്ചിട്ടോ അവിടെ നെഗറ്റീവ് വരും. മനസ്സിലായ? 99 നെഗറ്റീവ്, അപ്പൊ ഓടായതുകൊണ്ട് അവിടെ നെഗറ്റീവ് ഇട്ട്. അടുത്തത് 100 ആണ്. -1 raised to 100 ആണ്. 100 ഈസ് ഓഡ് ഓർ ഈവൺ. ഓടാണ് ഈവൺ ആണോ? ഈവൺ നമ്പർ ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് തന്നെ വരണം. അതുകൊണ്ട് അവിടെ പോസിറ്റീവ് ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആണ് ആ സംഖ്യ. അപ്പൊ അവിടെ +1 എന്ന് കൊടുത്തു. പ്ലസ് അടുത്തത് ലാസ്റ്റത്തേത് -1 ഹോൾ റേസ് ടു 101 ആണ്. 101 ഒറ്റയാണോ ഇരട്ടയാണോ? ഒറ്റയാണ്. അപ്പൊ ഒറ്റ ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് വരണം. അപ്പൊ അവിടെ നെഗറ്റീവ് കൊടുത്തു. അപ്പൊ നോക്കിയേ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഒരേ സംഖ്യക്ക് വന്നാൽ അതിന്റെ റിസൾട്ട് 0 എന്നാണ്. +1 -1 ഉത്തരം 0. +2 -2 ഉത്തരം 0. +100 -100 ഉത്തരം 0. ഒരേ സംഖ്യക്ക് പോസിറ്റീവും നെഗറ്റീവും സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ, ഒരേ സംഖ്യക്ക് തന്നെ പോസിറ്റീവും നെഗറ്റീവും ചിഹ്നം വന്നാൽ അതിന്റെ ഉത്തരം 0 ആണ്. അപ്പൊ ഇവിടെ -1ഉം ഈ +1 ഞാൻ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അതിന്റെ ഉത്തരം 0 ആണ്. അത് പോയി അവിടെ, അത് 0 ആയി പോയി. ബാക്കി എന്താണ് അവശേഷിക്കുന്നത്? ബാക്കി എന്താ അവശേഷിക്കണേ? -1 ആണ് അവശേഷിക്കുന്നത്. സോ നമ്മുടെ ആൻസർ -1 അങ്ങനെയാണ് വന്നത്. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 12 raised to 4 into 9 raised to 3 into 4 by 6 raised to 3 into 8 raised to 2 into 27 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനെങ്ങനെയാണ് ചെയ്തിരിക്കണേന്ന് നമുക്ക് നോക്കണം. മാഡം ക്ലാസ് കിട്ടുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എന്തോ കാണല്ലേ? സ്ക്രീൻ കാണല്ലേ?
കാണുന്നുണ്ട് മാം. കാണാൻ പറ്റാത്ത ആളാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പം കൊണ്ടായിരിക്കും. അതൊന്ന് ലീവ് ചെയ്തിട്ട് റിജോയിൻ ചെയ്തിട്ടാ. അല്ലെങ്കിൽ എല്ലാവർക്കും കാണാത്തതാണെങ്കിലാണ് ഇവിടുത്തെ പ്രശ്നം വരിക. നിങ്ങളുടെ മാത്രം പ്രശ്നമാണെങ്കിൽ ഒരാളുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ മാത്രം നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ലീവ് ചെയ്യാം, ഒന്നുകൊണ്ട് റിജോയിൻ ചെയ്യാം. ഓക്കെ, നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ഇതാണ് വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണെന്ന് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇല്ലേ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോ ഇല്ലേ നമ്മളിപ്പോ പഠിക്കുന്നത് എക്സ്പോണന്റ് എന്ന് പറയുന്ന ഒരു കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു രൂപം, അല്ലെങ്കിൽ ആ കൃത്യംഗ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളുടെ കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ വെട്ടി ചെറുതാക്കലും അതുപോലെ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയാ, ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇത് നിങ്ങൾ പല പല സംഖ്യയായിട്ടാണ് തന്നെ 12 × 4, 9 × 3, പിന്നെ ഒരു 4, പിന്നെ ബൈ ഇട്ടിട്ട് 6⁻3, 6 × 3, 8 × 2, 27 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിനെ എളുപ്പത്തിൽ ചെയ്യാൻ എന്ന് വെച്ചാൽ നിങ്ങൾ ശീലിക്കണം. എളുപ്പത്തിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ശീലിച്ച് ചെയ്തവർക്ക് അത് എല്ലാം എളുപ്പമാവുള്ളൂ. അല്ലാതെ ഒറ്റയടിക്കുന്ന ആരും എളുപ്പമൊന്നും പറയാൻ പറ്റില്ല. നമ്മളിത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവന് അത് പറ്റില്ല എന്ന് താനും. അപ്പൊ ഓർക്കുക, നിങ്ങളിത് ചെയ്ത് കണ്ടേക്കണത് പോലെ വേറെയും സംഖ്യകൾ ഉപയോഗിച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഏതെങ്കിലും ഒരു കോമൺ നമ്പറിലേക്ക് ഇതിനെ ചെറുതാക്കണം. അതായത് സെയിം നമ്പർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് സെയിം നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ 12 കിടക്കണ്ട്, 9 കിടക്കണ്ട്, 4 കിടക്കണ്ട്, 6 കിടക്കണ്ട്. ഇതിനൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സംഖ്യയിലേക്ക് മാറ്റാൻ പറ്റും? ഇപ്പൊ 12നെ നമുക്ക് ഏത് സംഖ്യയിലേക്ക് മാറ്റാം? ഇവിടെ 4 കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 12നെ നമുക്ക് എത്രയിലേക്ക് മാറ്റാൻ പറ്റും? 2 ആക്കാം. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്ന്, ചെറിയ സംഖ്യ ആക്കാം, ഘടകക്രിയ ചെയ്ത് ചെറിയ സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാം. 4 × 3 12 ആണ് അല്ലെ. 2 × 3 × 2 അല്ലെ, അത് 6, അല്ലെങ്കിൽ 2 × 6 12 ആണ്. അങ്ങനെയാക്കാം. അല്ലെങ്കിൽ 2 × എന്താ പറയാ 2 × 3 × 2 അങ്ങനെയും ആക്കാം. അപ്പൊ 2 × 2 4, 4 × 3 12 അങ്ങനെയാക്കാം. അതുപോലെ തന്നെ 9നെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 3 × 3 ആക്കാം. 4നെ സ്പ്ലിറ്റ് ചെയ്ത് 2 × 2 ആക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെറിയ നമ്പറിലേക്ക് ആക്കാൻ പറ്റുന്ന രീതിയിലായത്. ഇപ്പൊ ഞാനിവിടെ ഈ 12നെ ഒന്ന് അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യാണ്. ഈ 12ന് പകരം ഞാൻ എന്ത് ചെയ്താൻ പോണെന്ന് അറിയോ? 3 × 4 എഴുതിയ. 4 × 3 എത്രയാ? 4 × 3 12 ആണ്. ഈ 12 ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ 3 × 4 എഴുതിയേക്കണേ. 3 × 4 എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറയാ, പക്ഷെ 12ന്റെ പവർ കൊടുത്തിട്ടുണ്ട് അവിടെ. 4 ആണ് പവർ. ആ പവർ 2 സംഖ്യക്ക് കൊടുക്കണം. അതായത് 3നും പവർ 4 കൊടുക്കുക, 4നും പവർ 4 കൊടുക്കുക. എന്ന് വെച്ചാൽ 12 × 4 എന്ന് പറയുന്നത് എന്തായി മാറി? 3 × 4 × 4 × 4 എന്നായി. ആ 3⁴ 4⁴ ആയി. ദാറ്റ് ഈസ് 12⁴ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ. അതുപോലെ നിങ്ങൾ ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ ഇതൊന്ന് ക്ലിയർ ചെയ്യാണ്, അല്ലെങ്കിൽ അറ്റം എനിക്ക് എഴുതാൻ സ്ഥലമില്ല. അപ്പൊ നോക്കുക, ഈ ചോദ്യത്തിലേക്ക് നോക്കുക. 12നെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുവോ അതുപോലെ നമുക്ക് ഇപ്പൊ 9നെ സ്പ്ലിറ്റ് ചെയ്യാം. 3 × 3 ആക്കി മാത്രമേ 9നെ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഒരു സംഖ്യയും നമുക്ക് വെച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 3 × 3 വെച്ച് എഴുതാം. 4 ഓൾറെഡി അവിടെ ഒരു 4 നമ്മുടെ ഇവിടെ ആദ്യത്തേൽ ഒരു 4 എടുത്ത് നമ്മൾ ചെയ്തതുകൊണ്ട് 4 ആയിട്ട് തന്നെ കിടക്കട്ടെ, അത് അവിടെ തന്നെ കിടക്കാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് ഒന്നുകൂടി ഞാൻ എഴുതാൻ പോണ്. 12⁴ ഞാൻ ഇങ്ങനെ എഴുതാണ്. 3⁴ × 4⁴. ഓക്കെ, അപ്പൊ 12 കഴിഞ്ഞു. അടുത്ത സംഖ്യ ഏതായിരുന്നു? 9 ആണ്. അപ്പൊ 9നെ ഞാൻ എങ്ങനെ എഴുതണം? 4:2 എഴുതിയിരിക്കുന്നു മിസ്സേ. 3⁻3 × 4:2 എഴുതിയിരിക്കുന്നു. സോറി, 4:2 ആയി പോയി. പറഞ്ഞപ്പോ 4 എഴുതി പറഞ്ഞു. ഓക്കെ, 4⁴ 3⁻4. ഇനി 9നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതി? 3⁻3 × 3⁻3 എഴുതി. അപ്പൊ അത് 9 ആയി. ഇൻറ്റു അടുത്തത് ഒരു 4 ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം 4 ആയിട്ട് അത് അവിടെ കിടക്കട്ടെ. കാരണം 4 ആണ്. നമുക്ക് ഇവിടെ ഒരു ബേസ്, ഇവിടെയും ഒരു 4 വന്നിട്ടുണ്ട്. അപ്പൊ 2 4 ഒരേപോലെ ഉണ്ടല്ലോ. ഒരേപോലത്തെ സംഖ്യകളെ എടുക്കണ എന്തിനാണെന്നറിയോ? വെട്ടിക്കളയാൻ എളുപ്പത്തിനാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മറ്റേ സിസ്റ്റം, അതായത് ഒരേപോലത്തെ സംഖ്യക്ക് ഡിഫറെന്റ് എക്സ്പോണൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടൂലേ, കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേപോലത്തെ ടേംസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മുകളിലുള്ളതിനെ ഞാൻ ഓൾറെഡി ഫാക്ടറൈസ് ചെയ്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബൈ ഇട്ടു. ഇനി അടിയിൽ 6�3 ആണ് കിടക്കണേ. അപ്പൊ നമുക്ക് 6�3നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 6�3 3⁻3 × 2⁻3 എന്ന് എഴുതാം. 3⁻3 × 2⁻3. അപ്പൊ 3 × 2 6 ആയി. അത് ഓൾറെഡി അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് 8⁻2 ആണ്. 8⁻2 നമുക്ക് എന്ത് എഴുതാം? 2⁻2 × 4⁻2
2 4 2 സ്പ്ലിറ്റ് ചെയ്തു, 2-നും ആ പവർ കൊടുത്തു, 4-നും അതേ പവർ തന്നെ കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് കിടക്കുന്നത് 27 ആണ്. 27 നമുക്ക് എങ്ങനെ എഴുതാം? 9 into 3. 9 into 3 എന്ന് എഴുതാൻ പറ്റും. 9 into 3 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ പറയുക? അവിടെ നമ്മൾ എഴുതിയേക്കണം. ഇതിപ്പോ 9 വന്നിട്ടില്ല, 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 3ലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കാം. 3 into 3 into 3. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3/3 എന്ന് പറഞ്ഞൂടെ? 27-നെ 3/3 എന്ന് പറഞ്ഞൂടെ? 3 into 3 9, 9 into 3 27. അപ്പൊ 3/3 ആക്കി. അപ്പൊ 9-നെ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചിലപ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അടിയിൽ മുകളിൽ ഒരേപോലത്തെ സംഖ്യ വന്നിട്ടുണ്ടോ നോക്ക്, അത് വെട്ടിക്കളയാം. ഒരേപോലെ വന്നിട്ടുണ്ടോ നോക്ക്, ഉണ്ടല്ലോ. അതെ, 3/3. ഓക്കെ, വെട്ടിക്കളഞ്ഞത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒന്നും കൂടി ചെറുതാവുകയെ. അതിനു വേണ്ടിട്ടാ. വീണ്ടും അദ്ദേഹം നോക്കിയേ, ഒരു 3/3 കൂടി ഇവിടെ കാണുന്നുണ്ടോ? 3/3 കാണുന്നുണ്ട്. ഓക്കെ, അതും പോയി. പിന്നെ എന്തുണ്ട്? ഇനി വെട്ടാൻ പറ്റുന്ന സംഖ്യകളുണ്ട് ഇവിടെ. ഇനി ഏതാ ഉള്ളത്? 2 square 4 എന്നാണ്. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 എന്നാണ്. അപ്പൊ മുകളിലത്തെ ഒരു 4-ഉം താഴത്തെ 2 സ്ക്വയറും നമുക്ക് വെട്ടാൻ പറ്റും. ഇത് ഒറ്റയടിക്ക് സിമ്പിൾ ആക്കുക എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചേക്കണേ. കുറെ കണക്ക് ഇത് നമ്മൾ സിമ്പിൾ ആക്കാനേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ എക്സ്പോണൻഷ്യൽ ഫോമിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കും. അവർ വേഗം ചെയ്തു, ഞാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അങ്ങനൊന്നും പേടിക്കൊന്നും വേണ്ട. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഇത്രയും ഭാഗത്ത് ഇത്രയും കണക്ക് സംഖ്യകളൊക്കെ വെട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെയും അതെ, എന്താ പറയാ, കുറച്ച് സംഖ്യയൊക്കെ വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളത് അവശേഷിക്കുന്നത് ഏതെങ്കിലും നമ്മൾ വെട്ടാൻ പറ്റുമോ നോക്ക്. അടുത്തത് ഏതെങ്കിലും ഉണ്ടോ? 4/4 കൂടെ 2/3 അല്ല 4/2 ഉണ്ട്. ഇവിടെ മോളില് ഒരു 4/4 ഉണ്ട്. ഇത് നമ്മൾ ചെയ്യാലോ, ഒന്ന് ക്രിയേറ്റ് ചെയ്യാലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ക്ലാസ്സില്. ഒരേ സംഖ്യക്ക് ഡിഫറെന്റ് പവർ ഹരിക്കേണ്ടി വരുമ്പോ എന്ത് ചെയ്താൽ മതി? പവറുകൾ തമ്മില് 4/2 എന്ത് വരും? 2 വരും അല്ലെ? എന്ത് വരും? 4/2 വരും. പിന്നെ അടിയില് 2/3 ഉണ്ട്. അത് നമുക്ക് അപ്പൊ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് എഴുതി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. അപ്പൊ ഞാൻ വെട്ടാത്തത് ഏതെങ്കിലും ഉണ്ടെന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്ക്. അടുത്ത ഇതിലേക്ക് ക്ലിയർ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നോ കേട്ടാ. അപ്പൊ ഏതാ വെട്ടാത്തത്? 3/4 വെട്ടിയിട്ടില്ല, 4/4 വെട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ 3/4 അതിന്ന് 2 കുറയ്ക്കണ്ടേ? 4/2 എന്ന് കുറയ്ക്കണ്ടേ? ഓക്കെ, അടിയിൽ എന്താ ഉള്ളത്? 2/3 മാത്രമാണ് വെട്ടാത്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും 3/4. അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 3/4 ഇൻറ്റു ഇവിടെ എന്ത് വരും? 4/2 എന്ന് വരും. 4/2 അല്ലെ? ബൈ 2/3 എന്ന് വരും. ഓക്കെ, 4/2 ബൈ 2/3 എന്ന് വരും. ഇനിയും നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. കാരണം ഈ 4-നെ നമുക്ക് ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യാം. കാരണം അതിന്റെ താഴെ കിടക്കുന്ന സംഖ്യ അതിനേക്കാൾ ചെറിയ 2ലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 4-നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കാം? 2 ആക്കി കൂടെ? 2/2 ഇൻറ്റു 2/2 ആക്കാം. അപ്പൊ ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ 3/4 ഇൻറ്റു 2/2 ബൈ 2/3 എന്നായി. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എല്ലാത്തിന്റെ ബേസ് ഒരേപോലെ ആയി. നോക്കിയേ, 2 നോക്കാം, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇപ്പൊ 4 2കൾ നോക്കാം. മുകളിൽ 4, അടിയിൽ 3. അപ്പൊ 2കൾ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/4 അങ്ങനെ തന്നെ എഴുതും. ഇൻറ്റു 2/4 മൈനസ് 1 3. അപ്പൊ എത്ര കിട്ടും? ഒരു 2 ആണ് ബാക്കി വരിക അല്ലെ? 2 അല്ലേ ബാക്കി വന്നേക്കണേ? ഓക്കെ, അപ്പൊ എത്രയായിരിക്കും ആൻസർ വരിക? 81 into 2. 3 into 3 3/4 into 2 എന്നാണ് ആൻസർ ലാസ്റ്റ് വന്നിരിക്കുന്നത്. ആ 3/4 ഉത്തരം കാണുക. അത് മൊത്തം ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത ആൻസർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ആൻസറിലേക്ക് എത്തണമെങ്കിൽ 3 into 3 9, 9 3s are 81, 81 3s are 81 2 അല്ലേ? സോറി, 81 into 2 ആണ്. 81 into 2 162. ഒരു 162 അല്ലെ? 3 9 27 81 81 into 2 62 ആണ് നമുക്ക്. അങ്ങനെയാണ് 162 അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നോക്ക്. അടുത്തത് ഹലോ മിസ്. പറയൂ. 4/2 ആ സ്റ്റെപ്പ് ഒന്ന് പറയോ? 3/4 into 4/2 എന്ന് പറയുന്നുണ്ട്. ആ സ്പ്ലിറ്റ് അപ്പ് ചെയ്തത് ഇത് അല്ലേ? പറയാം.
അതായത് ഈ ഇവിടെ നമുക്ക് ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ 2�3യും 4�2യും നേരിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 4ന്റെ സെക്കൻഡ് പവർ അല്ലെങ്കിൽ 4�2 എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം 16 അടിയില് 2ന്റെ തേർഡ് പവർ 2×2 4 4×2 8 അങ്ങനെയും ചെയ്യാട്ടോ. അത് ക്ലിയർ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാനാണ് നമ്മൾ ഒന്നുകൂടി ചെറുതാക്കി ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. 3�4 അങ്ങനെ തന്നെ എഴുതിയെന്ന്. ഈ 4 സ്ക്വയറില്ലേ, 4ലെ ഈ 4നെ നമ്മളൊന്നും അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തു. 4നെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? 2×2 ഇത്രയും നേരം ചെയ്ത പോലെ. ഇപ്പൊ 9 ചെയ്തത് 3×3 ചെയ്തില്ല. അതേപോലെ 2നെ നമ്മൾ 4നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 2×2 ആക്കി. അപ്പൊ 2നും ആ സെക്കൻഡ് പവർ കൊടുത്തു, ഈ 2നും സെക്കൻഡ് പവർ കൊടുത്തു. അടിയില് 2�3 ഉണ്ട്. നോക്കാം, ഇവിടെ 2�4ഉം 2 കൂടി ചേരുമ്പോ 2 കൂടി കൂട്ടി 4. ഇവിടെ ഒരു 2�3യും. അപ്പൊ 4ന്ന് ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2�1 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 എന്ന് നമ്മൾ പറയും. 2�1 കണ്ട, ഇത് 4 അല്ലേ? 2 കൂട്ടി 4. 4ന്ന് ഈ 3 കുറച്ചാൽ എത്രയാ? 4ന്ന് 3 കുറച്ചാ 1 അല്ലേ? 1. അപ്പൊ 3⁴ ഉത്തരം 81. 81×2 162. ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല? മാഡം. മനസ്സിലായിരുന്നാണോ? മാഡം. ഓക്കെ. അടുത്തത് 1/2 whole raised to 2. 1/2 whole raised to 2 plus 1/2 whole raised to 2. അതിന്റെ ഉത്തരം എങ്ങനെ ചെയ്തേക്കണം നോക്കിയാ. 1/2 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5. അല്ലെങ്കിൽ അതിന് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നത്തിലേക്ക് കൊണ്ടുവന്നു. 3/2 ആയി. എങ്ങനെയാണ് 3/2 ആയേ? 1×2 2. ആ കിട്ടിയ ഉത്തരം മുകളിലുള്ള ഒന്നുകൂടി കൂട്ടി, അപ്പൊ 3 മുകളിൽ അംശമായിട്ട് എഴുതുക, /2 2 ഛേദമായിട്ട് തന്നെ എഴുതണം. പ്ലസ് ഇതും അതേപോലെ തന്നെ ആക്കണം. 2.5 വിഷമ ഭിന്നാകുമ്പോ എന്ത് ചെയ്തും? 2×2 4 5 5/2 അല്ലെ? അപ്പൊ 5/2ന്റെ സ്ക്വയർ 3/2ന്റെ സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യണം എന്നാണ്. കിട്ടിയോ? ഓക്കെ. അപ്പൊ 3/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4 പ്ലസ് 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4 തന്നെ /4. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ആദ്യത്തെ സ്റ്റെപ്പ് അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. ഹലോ, ഇതാണാ അല്ല ഫസ്റ്റ് സ്റ്റെപ്പേ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഫസ്റ്റ് സ്റ്റെപ്പ് 1+1 അത് ആദ്യം തുടങ്ങുന്ന 1/2 അതിന്റെ സ്ക്വയർ പ്ലസ് 2 1/2 അതിന്റെ സ്ക്വയർ. ഇത് തന്നിരിക്കുന്നത്, ഇത് ഈ മിശ്രത്തിനെ എന്ത് വിളിക്കും? ഈ ഭിന്നത്തിനെ എന്ത് വിളിക്കും? ഈ ഫ്രാക്ഷന് നമ്മളൊരു പേര് പറയും. എന്ത് പറയും? മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് വിളിക്കുക. ഈ ഇങ്ങനെ തരുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആണ് മിശ്ര ഭിന്നം. മിശ്ര ഭിന്നത്തിനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? അതിനെ വിഷമ ഭിന്നത്തിലേക്ക് ആക്കണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം. മിശ്ര ഭിന്നത്തെ ഇംപ്രോപ്പറിലേക്ക്, അതായത് മിക്സഡിനെ വിഷമ ഭിന്നത്തിലേക്ക് ആക്കാം. അതാക്കുന്നത് ഇങ്ങനെയാണ്. ഛേദവും സൈഡിൽ കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ആ കിട്ടിയ ആൻസർ അംശത്തിനോടൊപ്പം കൂട്ടുക. ഛേദം തന്നെയായിട്ട് എഴുതുക. അത്രേ ഉള്ളൂ. 1×2 കണ്ടല്ലോ, അടിയിലുള്ള ഛേദവും സൈഡിൽ കിടക്കുന്ന ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടിയ ആൻസർ മുകളിൽ കൂട്ടണം. അപ്പൊ എത്രയായി? 1×2 2 2 അപ്പൊ കിട്ടിയോ? 3/2 സ്ക്വയർ പ്ലസ് അതേപോലെ അടുത്തത് 2×2 4. 4ന്റെ കൂടെ മുകളിലെ 1 കൂട്ടി, അപ്പൊ എത്രയായി? 5/2 സ്ക്വയർ. 3ന്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്. 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4 ആണ്. പ്ലസ് 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്. /2ന്റെ സ്ക്വയർ 4 തന്നെ. 25ഉം 9ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 34/4 എന്നല്ല നമുക്ക് ഇവിടെ ആൻസർ കിടക്കുന്നത്. നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്ന പോലെ തന്നെ മിശ്ര ഭിന്നത്തിലാണ്, മിക്സഡ് ഫ്രാക്ഷനിലാണ് നമുക്ക് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ആക്കണം. എങ്ങനെയാ മിശ്ര ഭിന്നത്തിലാക്കണേ? മിശ്ര ഭിന്നത്തിലേക്ക് എങ്ങനെയാക്കാം ഒരു വിഷമ ഭിന്നത്തെ? നേരത്തെ ഞാൻ വിഷമ ഭിന്നം മിശ്ര ഭിന്നമാക്കി. നേരത്തെ എഴുതിയത് മിശ്ര ഭിന്നമാണ്, അത് വിഷമ ഭിന്നത്തിലേക്ക് ആക്കി അല്ലെ? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ആക്കി. ഇപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ്. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് തിരിച്ചാക്കണം.
എങ്ങനെയാക്കും മിശ്രഭിന്നത്തിലേക്ക്? എന്ത് ചെയ്താൽ മതി? അംശത്തിന് ഛേദം കൊണ്ട് മതി അല്ലേ? അംശത്തിന് ഛേദം കൊണ്ട് ഹരിക്കുക. 34നെ 4 കൊണ്ട് ഹരിക്കുക. 4 34 എത്രയെങ്കിലും പ്രാവശ്യം പോവോ? എത്ര പ്രാവശ്യം പോവും? 8. 8 × 4 32. 2 എങ്ങനെ എഴുതണേ? മുകളിൽ എഴുതിയ സംഖ്യ ആദ്യം എടുത്ത് എഴുതണം ഹോൾ നമ്പർ ആയിട്ട്. അടിയിൽ കിട്ടിയ റിമൈൻഡർ മുകളിൽ എഴുതണം അംശമായിട്ട്. ഛേദത്തിൽ വ്യത്യാസം ഉണ്ടാകില്ല, അത് 4 തന്നെയായിട്ട് എഴുതും. കാരണം ഇവിടെ കിടക്കുന്ന ഛേദം തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മളൊരു മിശ്രഭിന്നം എഴുതാൻ പാടില്ല. എന്താണെന്നറിയാമോ? 2/4 വീണ്ടും നമുക്ക് ചെറുതാക്കാം. അതുകൊണ്ട് ഏറ്റവും ചെറിയ രൂപത്തിലെ ആ ഭിന്നസംഖ്യ എഴുതാൻ പാടുള്ളൂ. ഭിന്നസംഖ്യ വലുതായി കിടക്കാൻ പാടില്ല. 2/4 നമുക്ക് വീണ്ടും ചെറുതാക്കാമല്ലോ അല്ലെ? അപ്പൊ ആൻസർ ഇതാണ് 8/1/2. അതാണ് ഉത്തരം. ശരിക്കുള്ള ആൻസർ ഇതാണ് 8/1/2. 8/1/2 is the correct answer. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 raised to n equal to 729. Then what is the value of 3 raised to n minus 1? 3 ഘാതം n എന്ന് പറയുന്നത് 729 തുല്യമാണ് എങ്കിൽ n-1 3 raised to n-1 ഉത്തരം എന്താണെന്നാ ചോദിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മള് ചെയ്തതാണല്ലേ ഇങ്ങനത്തെ ഒരു കണക്ക്. n-ന്റെ വില ആദ്യം കണ്ടുപിടിക്കണം. n-ന്റെ വില കണ്ടുപിടിക്കാൻ നിങ്ങൾ എങ്ങനെയാ പഠിപ്പിച്ചത്? n-ന്റെ വില കണ്ടുപിടിക്കാനാ ഫാക്ടറൈസ് ചെയ്ത് എടുക്കണം അല്ലെ? ഘടകക്രിയ ചെയ്യണം. 729 നമ്മൾ ഘടകക്രിയ ചെയ്താൽ 9 ആണ് അറ്റത്ത് വന്നേക്കണം. അതുകൊണ്ട് നമുക്കറിയാം 3ന്റെ ടേബിളിലേ പോകുള്ളൂ. 3 7ല് 2 പ്രാവശ്യം 6 എടുത്തു, ബാക്കി ഒരു 1 ഇവിടെ കൊടുത്തു. 12 ആയി. 3 4 12, 3 3 9, 9ല് 3 പ്രാവശ്യം. വീണ്ടും 3 കൊണ്ട് തന്നെ പോകുള്ളൂ. 3 2ല് പോകില്ല. 24ല് കറക്റ്റ് ആയിട്ട് പോകും. 3 8s are 24. 3ല് 1 ടൈം ആണ് പോകുക. വീണ്ടും 3 കൊണ്ട് തന്നെ 3നെ എന്താ പറയാ 81 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. 27നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ എത്ര 3s ഉണ്ട് നോക്കിയേ. എത്ര 3 കിട്ടി നിങ്ങൾക്ക്? 1 2 3 4 5 6. അപ്പൊ എന്നിന്റെ വില എത്രയാ? എന്നിന്റെ വില എത്രയാണ്? അതെ, എന്നിന്റെ വില 6 കിട്ടി. അല്ല നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിന്റെ വിലയല്ല നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. n-1ന്റെ വിലയാ ചോദിച്ചേക്കണേ. എന്ന് വെച്ചാൽ n നമുക്ക് 6 കിട്ടിയില്ലേ? 6ന്ന് 1 കുറച്ചാൽ എത്രയാ? 5. എന്ന് വെച്ചാൽ 3 raised to 5ന്റെ ഉത്തരം കാണണം. 3 raised to 5ന്റെ ഉത്തരം നമുക്ക് കാണണ്ടേ? 3 raised to 5ന്റെ ഉത്തരം പറ. 3 27, 3 81, 3 243. 243. 243. എന്താണ് അവിടെ അങ്ങനെ കാണാണ്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്തില്ലേ? അതൊന്നും കിട്ടൂല. പിന്നെ അങ്ങനെ അതിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. ഒരെണ്ണം കൂടെ കുറച്ചെടുത്താൽ മതി. ഒരെണ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഫാക്ടറൈസ് ചെയ്തപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ, അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ട് കിടക്കുന്ന സ്റ്റെപ്പിലുള്ളത് എടുത്താൽ മതി. അതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു. അപ്പൊ എന്നിന്റെ വില കാണണ്ടല്ലോ. വേണ്ട. അപ്പൊ എന്നിന്റെ വില കാണണ്ടെന്നോ? എന്നിന്റെ വില കാണാതെ തന്നെ ഒരു 3 ചെയ്ത് വരുമ്പോ തന്നെ കിട്ടുന്നില്ലേ? മനസ്സിലായില്ല എനിക്ക്. +3 ഇവിടെ മൈനസ് ആണ് ചോദ്യം ചോദിച്ചേക്കണേ. 3 raised to n-1 അല്ലേ ചോദിച്ചേക്കണത്? അതന്നെ. അപ്പൊ 729 ഒരു 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോ തന്നെ കിട്ടൂലേ? 243 ആൻസർ. അങ്ങനെയും ചെയ്യാം. മിസ്സേ 3 raised to 6 എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയ 729 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ കണ്ടെത്തിയല്ലോ. അപ്പോ 3 raised to 5 എന്ന് പറയുന്നത് 6 1 കുറച്ചതല്ലേ? അപ്പോ ഫസ്റ്റത്തെ 1 കുറച്ചതെന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഉത്തരം അങ്ങനെയാവും ഉദ്ദേശിച്ചത്. അതന്നെ പറഞ്ഞു. അതന്നെയാണ് ഞാൻ പറഞ്ഞു. 243 അങ്ങനെ എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണം കളഞ്ഞിട്ട് ബാക്കിയുള്ളത് തൊട്ട് താഴെ കിടക്കുന്ന എടുത്താൽ മതി. അത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 3 3 9 9 3 27 അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെ കിടക്കുന്നത് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്തപ്പോ ഒരു 3 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പിൽ എടുത്താൽ മതി.
ഹലോ മിസ്, അത് അവര് ചോദിക്കുന്നത് വെച്ചാല് മിസ് അതിൽ എഴുതിയത് 81 ആൻസർ. അതാണ് അത് 81 കൺഫ്യൂഷൻ ആയത്. തെറ്റിപ്പോയി. അത് ഞാൻ പറഞ്ഞു, അതല്ല ഇവര് പറയണേ. പക്ഷെ 81 ആണ് ഇവിടെ എഴുതിയേക്കണം. അത് തെറ്റാണ്. അത് മാറ്റി 243 ആക്കും നിങ്ങൾ. അതൊക്കെ അവിടെ ഞാൻ പരിഗണിച്ച് 83 81 ആണെന്ന് തോന്നുന്നു അവിടെ കിടക്കുന്ന ആൻസർ. അത് മാറ്റിയേക്കാം അവിടെ. 247. ഓക്കെ. ഓക്കെ, കറക്റ്റ് ആയില്ലേ ഇപ്പ? ആ ശരി. 243 3/5 എന്ന് പറഞ്ഞാൽ 243. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക വേഗം. അടുത്തത് നിങ്ങളൊന്ന് ചെയ്തേ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്നത് കൂട്ടുകയോ കുറയ്ക്കോ മൈനസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അതനുസരിച്ചിട്ടാണ് ഇവിടെ സംഖ്യകൾ അറേഞ്ച് ചെയ്തേക്കണേ. 2a² b², എയും ബിയും ഒക്കെ വന്നിട്ടുണ്ട്, ഇൻറ്റു 3a² b⁻³ ബൈ. അപ്പൊ എയും ബിയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുക. 5ab² ഇൻറ്റു 2a³ b². ഇതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദിച്ചാണ്. മുകളിൽ എത്രയുണ്ട് നോക്കാം, താഴെ എത്രയുണ്ട് നോക്കാം. കോമൺ ആയിട്ടുള്ള എകളാണെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരം നമുക്കത് വേണമെങ്കിൽ വെട്ടിക്കളയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അത് പ്ലസോ മൈനസോ ഒക്കെ ചെയ്യേണ്ടി വരും. നോക്കുക നിങ്ങള് ആദ്യം തന്നെ 2 രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അടിയിലും മുകളിലും ഇല്ലേ 2 ഉണ്ടോ? ഉണ്ട്. ഇൻറ്റു അതുകൊണ്ട് കണ്ണടച്ച് നമുക്ക് വെട്ടാം. ഇൻറ്റു ആണ് ചെയ്യണേ, അതുകൊണ്ട് അത് കണ്ണടച്ച് വെട്ടാം. പ്ലസ് മൈനസും ആണെങ്കിൽ മാത്രം വെട്ടിപ്പോവില്ല കേട്ടോ. അടിയിലും മുകളിലൊക്കെ ആയിട്ട് വരുമ്പോ പ്ലസ് മൈനസും ആണെങ്കിൽ വെട്ടിപ്പോവില്ല. ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് എവിടെ ഏതൊക്കെ കോമൺ ആയിട്ടുള്ള സംഖ്യകളോ വേരിയബിൾസോ ഒക്കെ ഇടയിൽ കയറി വന്നാലും കോമൺ ആണെങ്കിൽ അടിയിലും മുകളിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടാം. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും വെട്ടാൻ പറ്റും. അപ്പൊ 2 വെട്ടിക്കളഞ്ഞു. ഇനി എന്താ കോമൺ ആയിട്ടുള്ളത് നോക്കിയേ. a² നോക്കാട്ടെ നിങ്ങള്. a² ഇവിടെയും ഒരു a². കണക്ക് ഇനി മൈൻഡിൽ ചെയ്താലും മതി. നിങ്ങൾ വഴിയായിട്ട് ചെയ്യാൻ a². അപ്പൊ എത്ര? a⁻⁴ ആയോ? a⁻4 ആയോ? a⁻2 പിന്നെ ഒരു 2 ഉണ്ട്. അപ്പൊ 2 + 2 a⁻4 ആയി. അടിയിലെ എയുടെ പ്രത്യേകത എന്താന്ന് നോക്കിയേ. ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ a⁻3 ഉണ്ട്. അപ്പൊ എത്ര? അവിടെയും 4 തന്നെയാണ്, a⁻4 ആയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എകൾ അങ്ങോട്ട് പറയാം. കാരണം അടിയിലും മുകളിലും ഒരേപോലെയാണ് a വന്നേക്കണത്. a⁻4 മുകളിലുണ്ട്, അടിയിലുണ്ട് a⁻4. അപ്പൊ പോയില്ലേ? പോയി. ഇനി ബാക്കി എന്താ ഉള്ളത് നോക്കിയാ. ഇനി ബി മോളില് 2 + 3 5 ഉണ്ട്, അടിയില് 2 + 2 4 ഉണ്ട്. അപ്പൊ എന്തുണ്ട്? ഒരെണ്ണം കൂടുതലുണ്ട്. എത്ര ഒരെണ്ണം കൂടുതലുള്ളേ? മോളിലാണ് ഒരെണ്ണം കൂടുതൽ. അപ്പൊ മോളിൽ ഒരെണ്ണം കൂടുതലുള്ളത് മോളിൽ എഴുതാം. അവിടുത്തെ 3 വെട്ടി പോയിട്ടില്ല, അപ്പൊ 3യും എഴുതാം. അപ്പൊ 3b. അടിയിലോ? അടിയിൽ എന്തുണ്ട്? അങ്ങനെ 3b/5 വന്നു. അത് നിങ്ങള് മനക്കണക്കായിട്ടൊക്കെ ചെയ്യാം. അത് കുറച്ച് ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും. അല്ലാണ്ട് ഇത് എന്താ പറയാ സ്റ്റെപ്പ് എഴുതിയേ 4 എണ്ണം ഉണ്ട്. അപ്പൊ a2 + 2 4 ഉണ്ട്, അടിയിലും അതുപോലെ a1 + 3 4 ഉണ്ട്. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. അത് ഒരുവിധമൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പൊ 3b/5 ആണ് അതിന്റെ ആൻസർ കിട്ടിയേക്കണേ. ഓക്കെ, അടുത്തത് ഒരെണ്ണം വന്നിട്ടുണ്ട്. അടുത്തത് നോക്കിയേ. 2² whole raised to 2. ഇങ്ങനെ വന്നാലോ? അപ്പൊ എന്ത് ചെയ്യും? 2² മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? അല്ലെ? അപ്പൊ 2 എത്ര വരും? 8 വരും അല്ലെ? അപ്പൊ നമ്മള് എത്ര പവേഴ്സ് ഉണ്ടോ, പവേഴ്സിന് പവർ വന്നു കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 × 2 അപ്പൊ 2⁸ കിട്ടും. 2⁸ ഉത്തരമാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് 8 പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ ആൻസർ ചെയ്തിരിക്കുന്നത് 256 256. അത് ഗുണിച്ചു നോക്കുക, എന്നിട്ട് നോക്കുക, ആൻസർ കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ വേഗം കൊണ്ട് ചെയ്തോ. വേഗം പറഞ്ഞ ആൻസർ. ആദ്യത്തെ ഉത്തരം ഞാൻ പറഞ്ഞോട്ടോ. 5⁴ × 5⁵ 5⁵7 അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വായിക്കാം. 1 5 8 5 25. 1 ആണോ എല്ലാവർക്കും കിട്ടിയേക്കണേ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാവോ? 5⁴ × 5⁵ 5⁵7 അതിന്റെ സൊല്യൂഷൻ എന്താണെന്നാണ് ചോദ്യം. നോക്കാം. മുകളില് 5 4 3 ഉണ്ട്. അപ്പൊ 4 3 കൂടി കൂട്ടിയാ 5⁻7. അടിയിൽ 5⁻7 ഓൾറെഡി ഉണ്ട്.
5/7 ഒന്നാണ് അതിനുത്തരം. അല്ലെങ്കിൽ നമുക്കറിയാം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 5�7 അടിയിലും മുകളിലും വന്നിട്ടുണ്ട്. 7 - 7 നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 5�0 എന്നാണ്. 7 7 കുറച്ചാൽ 5�0 എന്നാണ്. ഏത് സംഖ്യയ്ക്കും കൃത്യംഗം പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? എന്തിന് ഈക്വൽ ആണ്? ആയാലും അങ്ങനെയും ചെയ്താലും മതി. അടിയിലും മുകളിലും ഒരേ അംശവും ഛേദവും വരുമ്പോ അത് വെട്ടിപ്പോയാൽ അപ്പോഴും ഒരു ഉത്തരം 1 ആണ് കിട്ടുക. അടിയിലും മുകളിലും ഒരേ സംഖ്യ. ഇപ്പൊ ഓക്കെ 7/7 ഉത്തരം എത്രയാ? 1 അല്ലെ? 100/100 എത്രയാ ആൻസർ? 1. അതായത് സെയിം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോ അതിന്റെ ആൻസർ =1 ആണ്. ആ രീതിയിലും ആകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. -1 ഹോൾ റേസ് ടു 99 ആൻസർ എന്താണ്? -1 ആൻസർ കൊടുത്തിരിക്കുന്നത് -99, 1 +99, -1 ഹോൾ റേസ് ടു 99 ഉത്തരം -1 അല്ലേ ആൻസർ കിട്ടാം. കാരണം 99 ഒറ്റ സംഖ്യ ആയിട്ടാണ്, ഒറ്റ എണ്ണമാണ് വന്നേക്കണേ പവറിനകത്ത്. അപ്പൊ നെഗറ്റീവ് തന്നെയായിരിക്കും ആൻസറിൽ വരാം. അപ്പൊ -1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 8/5 സ്ക്വയർ ഇൻറ്റു 5/2 റേസ് ടു 3. 8/5 സ്ക്വയർ ഇൻറ്റു 5/2 ഹോൾ റേസ് ടു 3. ആൻസർ വായിക്കാം. 40, 40, 20, 5/2, 8/5. 40 കിട്ടിയോ എല്ലാവർക്കും? പറയാത്തവരുണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകും. ഇല്ല ടീച്ചറെ, ഒന്ന് പറഞ്ഞുതരാമോ? 8/5 ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 8/5 × 8/5 എന്നാണോ? അല്ലെ, ഇവിടെ എല്ലാം വേറെ വേറെ സംഖ്യകളാണ്. 8/5 × 8/5 എന്നാണ്. ഇനി ഇൻറ്റു അതേപോലെ തന്നെ 5/3 അല്ല 5/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/2 × 5/2 × 5/2 3 പ്രാവശ്യം ഉണ്ടല്ലോ. 5/2 × 5/2 × 5/2. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഇവിടെ 8 ആണ് കേട്ടാ. 8 എന്ന് പറയുമ്പോ 3 2കൾ മൾട്ടിപ്ലൈ ചെയ്ത 8 അല്ലേ? ആണോ? ഇത്ര നേരം നമ്മൾ പഠിച്ചല്ലോ. 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 എന്നല്ലേ അതിന്റെ അർത്ഥം? 2 × 2 4, 4 × 2 8. അപ്പൊ ഈ 3 2കൾ അടിയിൽ നിന്ന് വെട്ടിയിട്ട് ഒരു 8നെ നമുക്ക് വെട്ടാം. ഒരു 8 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ 5 എത്ര ഉണ്ട് അടിയില്? 1 2 5കളുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് മുകളിൽ നിന്നും 2 5കൾ വെട്ടാം. അപ്പൊ 2 5കൾ വെട്ടി, അടിയിലത്തെ 3 2കൾ വെട്ടി. അപ്പൊ ഇനി ബാക്കി എന്താ ഉള്ളത്? ഒരു 8 അവശേഷിക്കുന്നുണ്ട് ബാക്കില്, മോളില്. അതുപോലെ തന്നെ ഒരു 5ഉം അവശേഷിക്കുന്നുണ്ട്. മോളിൽ തന്നെയാണ്, രണ്ടും ന്യൂമറേറ്ററിലാണ്. അപ്പൊ 8 × 5 ഗുണിച്ച് എഴുതിയാൽ മതി. 8 5 40. കിട്ടിയോ? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 625 ഹോൾ റേസ് ടു -3. ആൻസർ വായിക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി ഉത്തരം ഏതാണെന്ന്. 1/625 1/625. 1/625 റേസ് ടു 3 1/625 ഘാതം 3. അടുത്തത് -625. അടുത്തത് 625. ഏതാണ് ഉത്തരം? 1/625 ആണ് 1/625 ഘാതം 3 1/625 ക്യൂബ് എന്നാണ് ഉത്തരം കിട്ടുക. ആണല്ലോ, നെഗറ്റീവ് ആണ് പവർ, അതുകൊണ്ട് 1/, അങ്ങോട്ട് എഴുതിയാൽ മതി. അടുത്തത് 2x 2 റേസ് ടു x = 512 എങ്കിൽ x സമം എത്ര? തന്നെ പറഞ്ഞോണ്ട് ആൻസർ. 2 ഘാതം x സമം 512. അപ്പൊ x എത്രയാണെന്നാണ് ചോദ്യം. 9 8 7 6 9 ആണ്. 512നെ ഫാക്ടറൈസ് ചെയ്യുമ്പോ എത്ര എണ്ണം 2കൾ കിട്ടണ്ടെന്ന് നോക്കുക. അതാണ് ഉത്തരം. 9 എണ്ണം കിട്ടും. കിട്ടിയില്ലേ നോക്കിയേ. കിട്ടിയോ? കിട്ടാത്തവരാരും ഇല്ലല്ലോ. പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. 512 ആണ്
512 എക്സിന്റെ കാണാൻ പറയുമ്പോ ഒക്കെ നിങ്ങൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ടാണ് പറ്റുക, കാരണം ഇവിടെ ഓൾറെഡി 2 നമുക്ക് ബേസ് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 2 തന്നെ ആയിരിക്കുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. 2 കൊണ്ട്, കാരണം ഈവൺ നമ്പറും ആണ്, അറ്റത്തടങ്ങുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ടാണ് ഡിവിസിബിൾ ആകുക. അപ്പൊ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 2 5ല് 2 പ്രാവശ്യമാണ് പോകുക. 2 × 2 4 വരുള്ളൂ. ബാലൻസ് ഒരു 1 ഉണ്ട്, അത് ഇപ്പുറത്ത് 1 കൊടുത്തു. അപ്പൊ 11 വായിക്കണം ആ സംഖ്യ. 11ല് 2 × 5 10 വീണ്ടും ഒരു ബാലൻസ് 1 വന്നു, അത് തൊട്ടിപ്പുറത്തെ സംഖ്യയുടെ കൂടെ കൊടുത്ത് അതിനെ 12 വായിക്കണം. 2 6 പ്രാവശ്യമാണ് 12ൽ പോകുക. അപ്പൊ 256. ഇനി അടുത്തത് വീണ്ടും 2 കൊണ്ട് 512നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 2നെ നമ്മൾ ഇത് സംഖ്യകൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കാം. ഒരെണ്ണം പറ്റിയില്ലെങ്കിലാണ് 2 സംഖ്യ വെച്ച് എടുക്കുള്ളൂ. അപ്പൊ 2 5ൽ എത്ര പ്രാവശ്യം പോകും നിങ്ങൾ പറ? 2 5ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 2കളേ ഉള്ളൂ. 4ല് ഈ 5 എന്ന് പറഞ്ഞ സംഖ്യ എടുത്ത് അതിനകത്ത് എത്ര 2കൾ എന്ന് വെച്ചാൽ 2 2കളെ പോകുള്ളൂ. അതായത് ബാക്കി ഒരെണ്ണം ശിഷ്ടം വന്നോ? ഒരു ശിഷ്ടം വന്നില്ലേ? ബാലൻസ് ഒന്നില്ലേ? ഓരോന്ന് ആ 1 നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? 5ന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംഖ്യ ആയ ഒരു 1 ഇവിടെ കിടപ്പുണ്ട് 512ല്. ആ 1ന്റെ കൂടെ ചേർത്ത് എഴുതി അതിനെ എന്തായിട്ട് വായിക്കണം? 11 വായിക്കണം. 1ന്റെ കൂടെ 1 കൂട്ടി 2 നല്ല വായിക്കുക. 11 ചേർത്ത് വായിക്കണം. കൂട്ടി വായിക്കാനല്ല പറഞ്ഞത്, ചേർത്ത് വായിക്കാൻ, ചേർത്ത് ഇരുത്തിയിട്ട് വായിക്കാൻ. അപ്പൊ 1നെ അപ്പുറത്ത് 1 കൂടി ഇട്ട് നമ്മള് 11 വായിക്കും. ഇനി 11ൽ എത്ര 2 ഉണ്ട്? 11ൽ എത്ര 2 ഉണ്ട്? 5 × 2 10 വന്നിട്ടുള്ളൂ. വീണ്ടും ഒരു ബാലൻസ് 1 ശിഷ്ടം വന്നു. അത് നമ്മള് 2ന്റെ കൂടെ എഴുതി അതിനെ 12 വായിക്കണം. ക്ലിയർ ആയോ ഷിജൻ? 12ൽ ഇനി 2 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം. അതാണ് ഞാൻ ഇവിടെ 6 എഴുതിയത്. അപ്പൊ 256. ഇപ്പൊ ക്ലിയർ ആയോ? 256. ഇനി വീണ്ടും അടുത്ത കൂടി നമുക്ക് നോക്കാം. 2 കൊണ്ട് തന്നെ പോകും, കാരണം അറ്റത്തെ സംഖ്യ ഡിജിറ്റ് 6 ആണ്. 6 ഈവൺ നമ്പർ ഒക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാം. അപ്പൊ 2 ആണ്. 2 നമുക്ക് വീണ്ടും നോക്കാം. 2ല് ഒരു പ്രാവശ്യം പോകുള്ളൂ. ഇനി വീണ്ടും 2 5ല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രാവശ്യം ബാലൻസ് ഉണ്ട്. 1 അവിടെ കൊടുത്ത് 16 വായിക്കും. 16ൽ എത്ര പ്രാവശ്യം പോകും? 2 8 പ്രാവശ്യം പോകും. അപ്പൊ 8 × 2 16. അപ്പൊ അത് ക്ലിയർ ആയി. വീണ്ടും അടുത്തത് ഇനിയും 2 കൊണ്ട് പോകും. ഇനി നോക്കുമ്പോ 2 1ൽ പോകുമെന്നല്ല നോക്കണേ. 1ൽ പോകില്ല, കാരണം 1 കമ്പയർഡ് ടു 2 ഈസ് ലെസ് അല്ലെ. 2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1 എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് തൊട്ടപ്പുറത്തെ സംഖ്യയോട് ചേർത്തിട്ടാണ് എടുക്കേണ്ടത്. 12ൽ എത്ര പ്രാവശ്യം പോകും നോക്കണം. 2 12ൽ എത്ര പ്രാവശ്യം പോകും? 2 4 പ്രാവശ്യം പോകും. അടുത്തത് 8ല് എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 4 കിട്ടി. ഓക്കെ, 64 കിട്ടി. വീണ്ടും 2 കൊണ്ട് പോകും. 6ല് 3 പ്രാവശ്യം. 4ല് 2 പ്രാവശ്യം. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ വീണ്ടും ഇനി 2 കൊണ്ട് തന്നെ പോകും, കാരണം 32 ഈസ് ആൻ ഈവൺ നമ്പർ. 32 എന്ന് പറയുന്ന ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കുന്നത് 3ലാണ്. 3ൽ പോകുമല്ലോ, ഒരു 2 അതിനകത്തുണ്ട്. അതുകൊണ്ട് 1 എടുത്തു, ബാക്കി ഒരു 1 ഇപ്പുറത്ത് കൊടുത്തു. 12 എന്ന് വായിക്കണം. 12ൽ 6 12ൽ 2 6 പ്രാവശ്യം പോകും. വീണ്ടും ഇനി 2 ആണ്. 2 8 പ്രാവശ്യം പോകും. 8ല് 2 ആണ്. 4 പ്രാവശ്യം പോകും. ഓക്കെ, 4 പ്രാവശ്യം പോകും. വീണ്ടും 2 പ്രാവശ്യം പോകും. 2 വീണ്ടും 2. അപ്പൊ എത്ര 2 കിട്ടി നോക്കിയേ? ഒന്ന് എണ്ണി നോക്കിയേ. എത്ര 2 ഉണ്ടോ? 1 2 1 2 3 4 5 6 7 8 9. കണ്ട, 9 2കൾ കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയത് 2 × 9 എന്ന് പറയുന്നതാണ് 512ന് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതിയ വിലയാണ് ഈ കിടക്കുന്ന 9 എന്ന് പറയുന്നത്. എക്സിന് പകരം 9 വരുമ്പോഴാണ് അവിടെ 512 ആകുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 13⁻9 ഇൻറ്റു 13⁻⁻3. അതിന്റെ ഉത്തരം എന്താന്നാ ചോദിച്ചേക്കണേ. ഉത്തരം വായിക്കാം. 13⁻6 13⁻12 13⁻27 13⁻-27 രണ്ടും ഒരേ സംഖ്യയാണ്. അപ്പൊ നമ്മൾ 13 എഴുതുന്നു. നമുക്ക് കൃത്യാംഗങ്ങൾ തമ്മിൽ കൂട്ടാം. 9ഉം
-3 കൂടിയാണ് കൂട്ടണ്ടേ. 9ഉം -3 കൂടിയാ കൂട്ടണ്ടേ. ഒരു സംഖ്യ പോസിറ്റീവും ഒരു സംഖ്യ നെഗറ്റീവും തമ്മിൽ കൂട്ടേണ്ടി വരുമ്പോ വലുതീന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചിഹ്നം ഇടുക. 9ന്ന് 3 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 6. വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സംഖ്യയാണ് 9. 9ന്റെ ചിഹ്നം തന്നെയാണ്. അപ്പൊ 13 6 നമുക്ക് കിട്ടുന്ന ഉത്തരം. അതാണ് ഇവിടെ ഓപ്ഷനിൽ എ ആയിട്ട് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. 13 6. 13 12 എഴുതിയിട്ടുണ്ട്. 13 27. 13 -27. ഇതൊന്നുമല്ല, ഇതാണ് ആൻസർ. 13 6. കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 8 8 ഇൻറ്റു 8 7 ഇൻറ്റു 8 4. അതിന്റെ ആൻസർ 8 13 54. 8 56 8 8 13. 13 നോക്കുക. എല്ലാം ബേസ് ഒരേ സംഖ്യ തന്നെയാണ്. അപ്പൊ കൃത്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 7ഉം 2 9 9 4 13. അപ്പൊ 8 13 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 8 13. ഓക്കെ. അടുത്തത് 4x. ഇനി ഞാൻ പറഞ്ഞു തരില്ല കേട്ടാ. 4 തന്നെ എഴുതിയൊന്ന്. 4x സമം 256 എങ്കിൽ x പ്ലസ് 1ന്റെ വില 4x പ്ലസ് 1ന്റെ വില കാണാൻ 1024. 1024. 4 എത്ര പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് പവർ ചെയ്യുമ്പോഴാണ് 256 കിട്ടാൻ നോക്കാം. അതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഗുണിച്ചാൽ മതി. ഒരു 4 കൂടി ഗുണിച്ചാൽ മതി കിട്ടിയ ആൻസറിനൂടെ. അപ്പൊ എത്രയാ? 5. എക്സിന്റെ വില എത്ര കിട്ടി? 4. പക്ഷെ 24. 256 ചോദിച്ചത് എക്സിന്റെ വില കാണണ്ടല്ലോ. 256ന്റെ കൂടെ ഒരു 4നെ കൂടി ഗുണിച്ചാ പോരെ? 4ന്റെ കൂടെ ഗുണിച്ചാൽ മതി. 256ന്റെ കൂടെ മറ്റേതിലാണെങ്കിൽ ഒരെണ്ണം കുറച്ച്, ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം കൂടി ഗുണിക്കണം. അപ്പൊ എക്സിന്റെ വില കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഗുണിക്കാൻ മാത്രല്ലേ വേണ്ടൂ. ഗുണിച്ചാ മതി. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അതാണ്. 256ന്റെ കൂടെ ഒരെണ്ണം ഗുണിച്ചാ മതി. ഒരെണ്ണം കൂടി കൂടുതൽ പ്ലസ് 1 ആണല്ലോ പറഞ്ഞേക്കണം. എക്സ് പ്ലസ് 1. അപ്പോ എക്സ് എത്രയായിക്കോട്ടെ അതിന്റെ കൂടെ ഒരു 4 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് പ്ലസ് 1 ആവുക. അപ്പൊ അതുകൊണ്ട് 256ന്റെ ഒപ്പം ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യും. മറ്റേതിൽ എക്സ് മൈനസ് 1 ആവുമ്പോ ഡിവൈഡ് ഡിവൈഡ് ചെയ്യണം. കണ്ടെത്തണ്ടേ മിസ്സേ? ഇങ്ങനെ വരുമ്പോ ഏത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എക്സ് കാണണമെങ്കിൽ നിർബന്ധമായിട്ട് മറ്റേ രീതിയിൽ തന്നെ ചെയ്യണം. എക്സ് ആണ് കാണണ്ടെങ്കിൽ. അതേസമയം എക്സ് പ്ലസ് 1 മൈനസ് 22. എക്സ് കാണാതെ എങ്ങനെയാ ചെയ്തത്? വേറെ രീതി പറഞ്ഞത് ഇവര് അതേ പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഇതിനകത്തില്ലേ ഇപ്പൊ 4x എത്ര തന്നെ ആയിക്കോട്ടെ അതിന്റെ ഉത്തരമാണെന്ന് 256. അങ്ങനെയാണെങ്കിൽ ഇല്ലേ 4x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരെണ്ണം കൂടി ഒരു 4 കൂടി കൂടും. അതിന്റെ കൂടെ ഒരു 4 കൂടി കൂടുന്നുള്ളൂ. എന്ന് വെച്ചാൽ കൂട്ടലല്ല, മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ പവർ എന്ന് പറയുന്നത്. തുടർച്ചയായ ഗുണനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സ്പോണന്റ് എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ? തുടർച്ചയായി ഗുണിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം അല്ലെങ്കിൽ കൃത്യംഗ രൂപം എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര എക്സ് എത്ര എണ്ണം ആയിക്കോട്ടെ, 5 10 100 എത്ര എണ്ണെങ്കിലും ആയിക്കോട്ടെ, അതിനേക്കാളും ഒരെണ്ണം കൂടി കൂടുതലുള്ളതാണ് നമ്മളോട് കാണാൻ പറയുന്നതെങ്കിൽ ആ തന്നേക്കണ വിലേന്റെ ഒപ്പം ആ തന്നേക്കണ സംഖ്യ ഏതാണോ? ഇപ്പൊ 4 ആയിക്കൊണ്ട് 4 ഗുണിക്കാം. ഇപ്പൊ 2 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കാം. മനസ്സിലായോ? അതെ. ഇനി അതേസമയം മൈനസ് ആണെങ്കിൽ ആ കിട്ടിയ ആൻസറിൽ നിന്ന് ഒരു പ്രാവശ്യം ഹരിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു ഇവര് അല്ലെ? എനിക്ക് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി. അപ്പൊ ഉത്തരം കിട്ടി 1024 കിട്ടിയോ എല്ലാവർക്കും? അതായത് 256ന്റെ കൂടെ ഒരു 4 കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 4 24, ബാലൻസ് 2 ഉണ്ട്. 5 4s are 20 plus 2 22 ബാലൻസ് 2 വീണ്ടും 2 4s are 8 8 plus 2 10 1024.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് അതൊന്നും നിങ്ങൾ ഞാൻ ചെയ്യും. 2 a ഘാതം 4 ഇൻറ്റു a ഘാതം 2 ഇൻറ്റു 3 a b ഘാതം 2 ബൈ 2 a ഘാതം 3 ഇൻറ്റു 2 b ഘാതം 2. ഓക്കെ, നിങ്ങളൊന്ന് വേഗം ആൻസർ പറഞ്ഞേ. ഇത് ചെയ്യാൻ പറ്റുള്ളൂ, സമയം. ഓപ്ഷൻസ് മിസ്. ഓപ്ഷൻസ് വായിക്കാം. 3/2 3/2 a ഘാതം 4 6 a ഘാതം 6 ബൈ 4 a ഘാതം 3 6 a ഘാതം 7 ബൈ 4 a ഘാതം 3 b ഘാതം 2. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ബി. അല്ല മിസ്, അതില് 3 കഴിഞ്ഞിട്ട് പ്ലസ് ആണ് വന്നത്, ഇൻറ്റു അല്ല. അത് ഇൻഡു ഇട്ടിട്ടേ പ്ലസ് ആയതാണെന്ന് തോന്നുന്നുണ്ട്. ഇൻഡു ആണല്ല. അതെ, പ്ലസ് വന്നാലേ ശരിയാവുള്ളൂ. അതെ, പ്ലസ് വന്നപ്പോ ഡൗട്ട് വന്നതാണ്. ആണോ? അത് സാരില്ല. അപ്പൊ ചെയ്ത് ഇൻഡു വന്നാലേ അല്ലേ ശരിയാവുള്ളൂ മിസ്സേ. ഇൻഡു ആണ് അവര് എഴുതിയപ്പോ ചിലപ്പോ മാറിപ്പോയതായിരിക്കും. ഇൻഡു ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്. മുകളിൽ നിന്ന് ഒരു 2 അടിയിൽ നിന്ന് ഒരു 2 നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ബി നോക്കിയാൽ ബി സ്ക്വയർ രണ്ടോടത്തൂല്ലേ, അടിയിൽ മുകളിൽ ഒരേപോലെ ബി സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെട്ടിക്കളയാം. ബാക്കിയുള്ളത് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വെട്ടാൻ പറ്റുന്നതൊക്കെ ആദ്യമേ തന്നെ വെട്ടാ. ഇനി നോക്കിയേ, എ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ, മുകളില് 4 + 2 6 എണ്ണം ഉണ്ട് അല്ലെ? അല്ല സോറി, 4 + 6 ഒരെണ്ണം കൂടി എവിടെയും കൂടി ഉണ്ട് കേട്ടാ. ഇത് കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ. അപ്പൊ എത്രയായി? 7 എണ്ണം ഉണ്ട് മുകളില്. എ എന്ന് പറയുന്നത് 7 എണ്ണം ഉണ്ട്, അടിയില് 3 എണ്ണേ ഉള്ളൂ. അപ്പൊ എന്തായി? അപ്പൊ എന്തുവരും? a ഘാതം 7 ന്ന് 3 കുറച്ച് ബാക്കി എത്രയുണ്ട്? a⁴. ഈ 3 ഇവിടെ വെട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ 3 കൂടി അതിന്റെ കൂടെ ചേർത്ത് എഴുതണം. ഓക്കെ, 3 a⁴ ബൈയില് എന്താ ഇടാൻ കാരണം? കാരണം ഇവിടെ ഒരു 2 ഇവിടെ വെട്ടാതെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ബൈ 2. അപ്പൊ അതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. 3 a⁴/2 അല്ലെങ്കിൽ 3/2 a⁴ എങ്ങനെയും വായിക്കാം. കോമൺ ആയിട്ട് വന്നത് വെട്ടിക്കളഞ്ഞു, അടിയിലും മുകളിലും ഒരേപോലെ വന്നത് വെട്ടിക്കളഞ്ഞു. ബാക്കി നിന്നത് എന്താ പറയാ, ചെറുതാക്കി. അതായത് എ മുകളില് 4ഉം ഒരു 2ഉം പിന്നെ ഒരെണ്ണവും ഉണ്ടായിരുന്നു. അങ്ങനെ 4 2 6 1 7 എണ്ണം ഉണ്ടായിരുന്നു. അടിയിൽ a ഘാതം 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 7 ന്ന് 3 കുറച്ച് ബാക്കി a ഘാതം 4 മുകളിലാണ് കൂടുതലുള്ളത്. അപ്പൊ മുകളിലാണ് എഴുതേണ്ടത്, അടിയിലല്ല കൊണ്ട് എഴുതേണ്ടത്. ഡിനോമിനേറ്ററിലല്ല, ന്യൂമറേറ്ററിലാണ് എഴുതേണ്ടത്. അടിയിൽ ബൈ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2 എടുത്തെഴുതി. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി, ഒരു സെക്ഷൻ 10 തീരട്ടെ. 3² ഇൻറ്റു 2² ഇസ് ഈക്വൽ ടു ഉത്തരം 3² ഇൻറ്റു 2² 3 ഘാതം 4 ഇൻറ്റു 2 ഘാതം 4 6 ഘാതം 4 6 ഘാതം 8. അതെ, അതാണ് അതിന്റെ ആൻസർ. 3 ഘാതം 4 ഇൻറ്റു 2 ഘാതം 4. ഇതിന് ഫർദർ വേറെ കണക്ക് ചെയ്തിട്ടില്ല, അത്രയും ചെയ്തിട്ടുള്ളൂ. 3² ഇൻറ്റു 2² ആണോ, 3 ഘാതം 4 ഇൻറ്റു 2 ഘാതം 4 ആണോ, 6 ഘാതം 4 എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ, 6 ഘാതം 8. 3 ഘാതം 4 ഇൻറ്റു 2 ഘാതം 4 എന്നാണ് ആൻസർ. ഫുൾ ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എത്ര 10 എണ്ണമൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനിയും ബാക്കി കുറച്ച് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതുപോലെ ഇപ്പൊ ചെയ്തത് പോലത്തെ വെട്ടി ചെറുതാക്കാനുള്ളതൊക്കെ അത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടത്. അതുപോലത്തെ കണക്കൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും നമ്മൾ എന്തായാലും അടുത്ത ദിവസം ക്ലാസ്സിൽ ഫുള്ള് ബാക്കി ചെയ്യും. അപ്പൊ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എല്ലാവരുടെയും കയ്യിൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കി ചെയ്യാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാതെ നോക്കിയെടുത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻസ് എഴുതാട്ടാ. ചിലര് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് കയറിയിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ക്ലാസ് റൂമില് ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട് കേട്ടാ. എടുത്ത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ. Thank you, ma'am. Okay, bye. Thank you. Thank you, ma'am. Thank you, Miss.
Wow.